കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പോൾ നമ്മൾ ഇന്നലെ എന്താണ് പറഞ്ഞാൽ ശ്രീപാർവതിക്ക് ഭഗവാൻ ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് അറിയാം. എങ്കിൽ പോലും രാമൻ്റെ ജീവിതത്തിൽ നടന്ന ചില സംഗതികൾ കാരണം ഒരു സംശയം, അത് മുഴുവനും ഇങ്ങോട്ട് ക്ലിയറായിട്ടില്ല. ആ സംശയത്തിനെ ഒന്ന് വ്യക്തമാക്കുകയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പം ഇനിയും വ്യക്തമാക്കണതാണ് കേട്ടോ. 13 ചെയ്യാം. വദന്തി കേജിൽ പരമോപിരാമ സ്വാവിദ്യയാ സംവൃതമാത്മസംജ്ഞം ജാനാതിനാത്മാനമത പരേണ സംബോധിതോ വേദ പരാത്മതത്വം. പരമ അഭിരാമ, അതായത് ശ്രീരാമൻ പരമ ഉത്കൃഷ്ടനാണ്, മീൻസ് ഭഗവാന്റെ അവതാരം തന്നെയാണ്. എന്നാലും സ്വവിദ്യ, അതായത് സ്വന്തം സംവൃതം മറയ്ക്കപ്പെട്ട ആത്മസംജ്ഞം, അതായത് ബ്രഹ്മാണെന്ന് കാണിക്കണില്ല മുഴുവനെ ആത്മാവിനെ എന്ന ജാനാതി അറിയുന്നില്ല. അപ്പോൾ ഞാൻ ബ്രഹ്മാണെന്ന് അറിയാത്ത പോലെ ചിലപ്പോൾ പെരുമാറുന്നുണ്ട് ശ്രീരാമൻ. അതായത് ഇപ്പോൾ സീത പോയപ്പോൾ കരയും, ദുഃഖമൊക്കെ ആയില്ല. അപ്പോൾ അതാ പറയണത്, ഭഗവാൻ തന്നെയാണ്, പരമാത്മ ചൈതന്യം തന്നെയാണ്, രൂപമെടുത്തത് തന്നെയാണ് ശ്രീരാമൻ. പക്ഷേ ചില സമയത്ത് ഞാൻ ആത്മാവാണ് എന്നുള്ള പോലെ അല്ലാതെ അറിയില്ലെന്ന് തോന്നുകയാണെന്ന്. അതുകൊണ്ട് പരേണ അന്യനാൽ സംബോധിത, പരേണ സംബോധിത, അന്യനാൽ നന്നായിട്ട് പറഞ്ഞ പരമാത്മതത്വം, ഈ പരമാത്മസ്വരൂപത്തെ വേദ അറിഞ്ഞു ഇതി കേജിത് വദന്തി എന്ന് ചിലർ പറയുന്നു. എന്താ പറയണറിയോ? രാമൻ പരബ്രഹ്മം തന്നെ രൂപമെടുത്ത് വന്നതാണെന്നൊക്കെ അറിയാം. പക്ഷേ ചിലപ്പോൾ ആ പരബ്രഹ്മസ്വരൂപത്തിനെ മറച്ചിട്ട് പരമാത്മസ്വരൂപനാണെന്ന് നമുക്ക് തോന്നില്ല. അതായത് ബ്രഹ്മദേവൻ പറഞ്ഞപ്പോൾ രാമൻ അത് ബോധ്യമായുള്ളൂ എന്നൊക്കെ ഒരു കഥ ഉണ്ട്. അതായത് അയ്യോ, പിന്നെ എന്താണ് വിവാഹം കഴിച്ച് രാവണനെ വധിക്കലാണ് അങ്ങയുടെ അവതാരത്തിൻ്റെ ഉദ്ദേശം എന്ന് ബ്രഹ്മാവ് ഓർമ്മപ്പെടുത്തിയപ്പോഴത്രേ പിന്നെ എന്താണ് രാജ്യം ഭരിക്കാമെന്നും, അതായത് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ സമ്മതിക്കുകയൊക്കെ അപ്പോഴത്രേ. അതുവരെ വയ്യാന്ന് പറഞ്ഞായിരുന്നു, കാരണം വിരക്തി വന്നു. പക്ഷെ ബ്രഹ്മദേവൻ ഓർമ്മിപ്പിച്ചു എന്നാണ് പറയണത്. എന്താ, അയ്യോ അങ്ങയുടെ എന്താണ് അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കലാണ്, അപ്പോൾ ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ എന്താ വേണ്ടച്ചൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ്. അതാണ് അതിൽ പറയണത്. അതായത് വാൽമീകി രാമായണത്തിൽ രാവണവധം കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മാവ് രാമനോട് പറയണതുണ്ടെന്ന്. എന്താ അറിയോ? എന്താണ് രാവണവധം കഴിഞ്ഞിട്ട് ഇനി അതായത് ഉപദേശ സാഹസ്രി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ശങ്കരാചാര്യരും ഇത് പറയുന്നുണ്ട്. എന്താ അറിയോ? ശ്രീരാമൻ ബ്രഹ്മാവ് അതായത് അങ്ങ് ശരിക്ക് സാക്ഷാൽ നാരായണൻ തന്നെയാണ്, പക്ഷേ അങ്ങ് ഈ അവതാരോദ്ദേശം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ബ്രഹ്മാവ് പറഞ്ഞപ്പോഴേ ഓർമ്മിച്ചുള്ളൂ എന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് 2 തരത്തിലുണ്ട്. കാരണം ആദ്യം ഒന്ന് ഓർമ്മിപ്പിക്കും, എന്താണ് അത് ബ്രഹ്മാവല്ലാത്തതുകൊണ്ട് എന്തായാലും ആദ്യം ഒന്ന് ഓർമ്മിപ്പിക്കും. വാൽമീകി രാമായണത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ആദ്യം ഓർമ്മിപ്പിക്കും, പിന്നെ അവസാനം മറന്നുപോയി രാമൻ തന്നെയാണെന്ന് വിചാരിച്ചു. അപ്പോൾ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മാവ് രാവണവധം കഴിഞ്ഞപ്പോൾ ഓർമ്മിപ്പിച്ചു, അങ്ങ് വെറും മനുഷ്യനായിട്ടുള്ള രാമനല്ല. അങ്ങനെ ദുർലഭ സന്ദർഭങ്ങളിലേ വാൽമീകി രാമായണത്തിൽ അത് പറയുള്ളൂ. അങ്ങ് വെറും മനുഷ്യനായിട്ടുള്ള രാമനല്ല, അങ്ങ് ശരിക്ക് പരമാത്മസ്വരൂപി തന്നെയാണെന്ന് ബ്രഹ്മാവ് ഓർമ്മിപ്പിക്കാന്നൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പാർവതിക്ക് സംശയം. പരമാത്മ സ്വരൂപിയാണെങ്കിൽ പോലും ചിലപ്പോൾ അല്ലാത്ത പോലെയാണല്ലോ എന്ന്, അതുകൊണ്ട് 100% മനസ്സിലായിട്ടില്ല എന്ന് അതിൻ്റെ ആ ഒരു രഹസ്യം, രാമതത്വം.
വദന്തി കേചിൽ പരമോപി രാമ സ്വാവിദ്യയാ സംവൃതമാത്മസംജ്ഞം ജാനാതിനാത്മാനമത പരേണ സംബോധിതോ വേദപരാത്മതത്വം. ഇനി 14. യദി സ്മ ജാനാതി കുതോ വിലാപ സീതാകൃതേനേന കൃതപരേണ ജാനാതി നൈവം യദി കേന സേവ്യ സമോഹി സർവൈരഭിജീവ ജാതൈഹി. എന്താ അറിയോ ഇതിൽ? യദി സ്മ ജാനാതി, അതറിഞ്ഞേർന്നു വെച്ചാൽ ഞാൻ ആത്മാവന്നെയാണെന്ന് 100% ശ്രീരാമൻ ആയിട്ട് അവതരിച്ചപ്പോൾ അറിഞ്ഞിരുന്നുവെങ്കിൽ പരേണ അനേന ഇങ്ങനെ ഈ രാമനാൽ സീതാകൃതേ ഈ സീത നിമിത്തം കുതഃ വിലാപ കൃത എന്തിനാ ദുഃഖിച്ചത്, കരയണത്, വിലാപം ചെയ്തു, വിലപിച്ചു? കാരണം ഏവം ന ജാനാതി യതി, അത് അറിയുന്നില്ലെങ്കിൽ കേന സേവ്യ എന്തു കാരണത്താൽ സേവിക്കപ്പെടുവാൻ യോഗ്യനായിരിക്കുന്നു. അതാണ് ശ്രീപാദര സംശയം. സർവൈഹി ജീവജാതൈഹി, ഈ സകല ജീവജാലങ്ങളെപ്പോലെ ഒരാൾ അത്രയല്ലേ ഉള്ളൂ എന്ന്. അതായത് ഞാൻ ആത്മാവാണ് എന്ന് ശ്രീരാമനായിട്ട് അവതരിച്ചപ്പോൾ ഞാൻ പരബ്രഹ്മം തന്നെയാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ സീത രാവണൻ കട്ടുകൊണ്ടു പോയപ്പോൾ ഇത്ര ദുഃഖിച്ച് കരയേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് പരബ്രഹ്മസ്വരൂപി അല്ലേ? പരബ്രഹ്മസ്വരൂപി അല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോലെ ഒരാൾ അവർ അത്ര സേവിക്കാൻ യോഗ്യനാണോ എന്നാണ് ശ്രീഭാഗവതരുടെ സംശയം. ശ്രീഭാഗവതരുടെ സംശയം എന്താ അറിയോ? അതാണ് ശിവനോട് ചോദിക്കണേ. പരമാത്മസ്വരൂപിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പരമാത്മസ്വരൂപിയാണ്, ഞാൻ ആത്മാവാന്ന് അറിഞ്ഞും കൊണ്ട് അത്ര ജ്ഞാനത്തോടു കൂടിയിട്ട് ശ്രീരാമനായിട്ട് വെറുതെ ഇപ്പോൾ കൃഷ്ണൻ ചെയ്ത പോലെ വെറുതെ ദേഹം എടുത്തു. പക്ഷേ പരബ്രഹ്മസ്വരൂപിയാണെന്ന് അവനവൻ നല്ലോണം അറിയാം. അങ്ങനെയാണെന്ന് വെച്ചാൽ സീത ഇപ്പോൾ കട്ടുകൊണ്ടുപോകുമ്പോൾ എന്തിനാ കരഞ്ഞത്, വിലപിച്ചു? അങ്ങനെ വിലപിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കാണുമ്പോഴാണ് എനിക്ക് തോന്നുക നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ് ശ്രീരാമൻ, അല്ലാണ്ട് ഭഗവാന്റെ അവതാരമൊന്നും അല്ല. അങ്ങനെ ഇപ്പം നമ്മളെപ്പോലൊരു മനുഷ്യനാണെങ്കിൽ സേവിക്കാൻ യോഗ്യനാണോ? നമുക്ക് തുല്യമായിട്ടുള്ളൊരിപ്പം നമ്മളെപ്പോലെ തന്നെ സുഖവും ദുഃഖവും മരണവും ഒക്കെ ഉള്ള ഒരാളെ ഈശ്വരനായിട്ട് ഈശ്വരൻ എന്നുള്ള നിലയ്ക്ക് സേവിക്കണതിന് അർത്ഥമില്ല അല്ലേ? അവരെ ബഹുമാനിക്കാം. പക്ഷേ ഈ ജനന മരണത്തിനും ഗുണങ്ങൾക്ക് മായയ്ക്കും അതീതനായ ഈശ്വരനാണെന്ന് പറഞ്ഞിട്ട് ആത്മവിവേകമില്ലാത്ത ഒരാളെ ഈശ്വരനെ പോലെ ആരാധിക്കണതിന് എന്താ അർത്ഥം? അതിന് യോഗ്യനല്ലല്ലോ എന്നാണ് ചോദിക്കണത് ശ്രീരാമൻ. എന്തുകൊണ്ട് സീത പോയപ്പോൾ ദുഃഖിച്ചു? അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോലെ സാധാരണ ദുഃഖത്തിനൊക്കെ അടിമപ്പെടുന്ന ഒരാളല്ലേ? ഈശ്വരനാണെങ്കിൽ അതിനൊക്കെ അതീതനല്ലേ? അങ്ങനെ ഒരാളാണെന്ന് വെച്ചാൽ നമ്മൾ ഈശ്വരനെ പോലെ ആരാധിക്കാൻ യോഗ്യനാണോ രാമൻ? ശ്രീരാമൻ ഈശ്വരനെ പോലെ ആരാധിക്കാൻ യോഗ്യനാണോ എന്നാണ് പാർവതി ചോദിക്കണം കേട്ടോ ഇതിൽ 14. അതായത് എന്നാൽ പിന്നെ ദുഃഖിക്കാൻ പാടില്ലല്ലോ എന്ന്. യതി സ്മ ജാനാതി കുതോ വിലപിച്ചുല്ലോ. സീതാകൃതേനേന കൃതപരേണ ജാനാതി നൈവം യതി കേന സേവ്യ. അങ്ങനെയുള്ള ഒരാൾ സേവ്യനാണോ, സേവിക്കപ്പെടേണ്ടവനാണോ? സമോഹി സർവൈരപി ജീവജാതൈഹി, നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഈശ്വരനെ പോലെ സേവിക്കാൻ യോഗ്യനല്ലല്ലോ. ഇനി എങ്ങനെയാണ് ഇത്രയൊരു സാധാരണക്കാരെ പോലെ ജീവിക്കുകയാണെന്ന് വെച്ചാൽ ദുഃഖവും സുഖമൊക്കെ ഉണ്ടാവുന്ന ഒരാളാണെന്ന് എനിക്ക് അതുകൊണ്ടാണ് ആകപ്പാടൊരു സംശയം എന്ന് പറയണം. ഇനി 16 ശ്രീ മഹാദേവ ഉവാച. അപ്പോൾ ഇനി എന്താ അറിയോ, പിന്നെ ശിവൻ്റെ വാക്കാണ് ഇതിപ്പോൾ. ശ്രീപാർവതി ഈ സംശയം ചോദിച്ചു. വളരെ വളരെ ഒരു എന്താ പറയുക, റീസണബിളായിട്ടുള്ളൊരു ഡൗട്ടാണ് അല്ലേ? വളരെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് അപ്പോൾ ചോദിച്ചത്. ഭഗവാനാണെന്ന് വെച്ചാൽ എന്തിനാണ് വിഷമമെന്ന്. അപ്പം അതിന് ഇനി ആര് ഉത്തരം പറയുകയാണ്? ശിവൻ. അപ്പം ശിവൻ അതിന് ഉത്തരം പറയുകയാണ്.
ഇത് നമുക്ക് മറ്റായിട്ട് കമ്പയർ ചെയ്യാം. ഇത് കുറച്ചും കൂടിയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടായിട്ട് കമ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ 16 ധന്യാസി ശ്രീ മഹാദേവ ഉവാച. ശിവൻ പറയാണ്, ധന്യാസി ഭക്താസി പരാത്മനസ്ത്വം യജ്ഞാതുമിച്ഛാ തവ രാമതത്വം പുരാ ന കേനാപ്യഭിചോദിതോഹം വക്തും രഹസ്യം പരമം നിഗൂഢം. ഇതാണ് ശിവൻ ആദ്യം പറയണതെന്ന് വെച്ചാൽ, യദ് ഏത് കാരണം പരാത്മനഃ ഈ പരമാത്മാവിൻ്റെ ഈ പരമാത്മസ്വരൂപത്തെ ജ്ഞാതും അറിവാനായിക്കൊണ്ട് തവ ഇച്ഛ നിനക്ക് ഈ ഭഗവാന്റെ ഈ ശ്രീരാമതത്വം അല്ലെങ്കിൽ പരമാത്മസ്വരൂപത്തിനെ പറ്റി കൂടുതൽ അറിയാൻ ഹേ പാർവതി നിനക്ക് ആഗ്രഹമുണ്ടായോ? അത് കാരണം ത്വം ധന്യ അസി നീ വളരെ ധന്യയാണ്, നീ ഭാഗ്യവതിയാണ്. അങ്ങനൊരാഗ്രഹം തോന്നിയല്ലോ, ശ്രീരാമതത്വം ശരിക്കറിയണം, ശ്രീരാമൻ പരമാത്മസ്വരൂപി തന്നെയാണോ എന്ന് എനിക്ക് ശരിക്കും അറിയണമെന്നൊരാഗ്രഹം നിൻ്റെ ഉള്ളിലുണ്ടായത് തന്നെ നിൻ്റെ ഭാഗ്യമാണ്. ആ ചോദിച്ചത് നന്നായി എന്ന് പറയണം. ആ ചോദിച്ചത് നിനക്കങ്ങനെ ആഗ്രഹം ഉണ്ടായത് നിൻ്റെ ഭാഗ്യം. ഭക്ത അസി നീ ഭക്ത ആയതുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹം ഉണ്ടായത്. പുരാ ഇതിനു മുമ്പ് നിഗൂഢം വളരെ രഹസ്യവും, നിഗൂഢരഹസ്യം വെച്ചാൽ വളരെ രഹസ്യം എന്നർത്ഥം, വളരെ രഹസ്യമായിരിക്കുന്ന രാമതത്വത്തെ വക്തും പറയാനായിക്കൊണ്ട് അഹം ഞാൻ അഭിചോദിത ആഭിമുഖ്യേന ചോദിക്കപ്പെട്ടിട്ടില്ല. നീയല്ലാതെ ഹേ പാർവതി ദേവി, നീയല്ലാതെ ഇതുവരെ എന്നോടാരും രാമതത്വം ചോദിച്ചിട്ടില്ല, പറയൂന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരാൾ എന്നോട് രാമതത്വം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് എന്നോട് നീയല്ലാതെ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത്ര പരമ പുണ്യമായിട്ടുള്ള ഈ പരമാത്മസ്വരൂപം തന്നെ, പരമാത്മ ചൈതന്യം തന്നെ രൂപെടുത്ത് വന്ന ഈ രാമൻ്റെ തത്വം നിനക്കറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവാൻ തന്നെ കാരണം നീയെ പരമഭക്തി ആയതുകൊണ്ടും പരമഭാഗ്യവതി ആയതുകൊണ്ടുമാണ്. ഇതുവരെ എന്നോട് ആരും ഇത് ചോദിച്ചിട്ടില്ല. ധന്യാസി അതാണ് ആദ്യമായിട്ട് പറയണത്. ചോദിച്ചത് നന്നായി എന്ന് പറയണ പാർവതിയോട് ആര്? ശിവഭഗവാൻ. ധന്യാസി ഭക്താസി പരാത്മനസ്ത്വം യജ്ഞാതുമിച്ഛാ തവ രാമതത്വം പുരാ ന കേനാപ്യഭിചോദിതോഹം വക്തും രഹസ്യം പരമം നിഗൂഢം. വളരെ നിഗൂഢമായിട്ടുള്ള ഈ തത്വം ആരും ചോദിച്ചിട്ടില്ല. പിന്നെ 17 ത്വയാദ്യഭക്ത്യാ പരിനോദിതോഹം വക്ഷേ നമസ്കൃത്യ രഘൂത്തമം തേ രാമ പരാത്മാ പ്രകൃതേരനാദിരാനന്ദ ഏക പുരുഷോത്തമോ ഹി. അദ്യ മീൻസ് ഇപ്പോൾ, ത്വയാ നിന്നാൽ, ത്വയാ പറ നിന്നാൽ, ഭക്തിയ വളരെ ഭക്തിയോടുകൂടി, പരിനോദിത അഹം എന്നോട് നീ എന്നെ പറയാൻ പ്രേരിപ്പിക്കപ്പെട്ട ഞാൻ എന്നർത്ഥമാണ്. എന്നെ നീ പ്രേരിപ്പിച്ചു. രഘൂത്തമനെ മീൻസ് രാമനെ നമസ്കരിച്ചിട്ട് തേ നിനക്കായിക്കൊണ്ട് വക്ഷിയെ പറയാം. നീ വളരെ ഭക്തിയോട് കൂടിയിട്ട് എന്നെ ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നു. നിൻ്റെ ചോദ്യം വളരെ ഭക്തിയുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനും അതൊരു രസമുണ്ട്. ഭക്തിയോടുകൂടി നീ എന്നെ പ്രേരിപ്പിക്കണം പറയാൻ. അപ്പം ഞാൻ ശ്രീരാമനെ നമസ്കരിച്ചിട്ട് ഞാൻ പറയാം. രാമൻ പരമാത്മാവും പ്രകൃതേഹേ അനാദി, അതായത് രാമൻ പരമാത്മ ചൈതന്യം തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ്. പ്രകൃതേ അനാദിഹി പ്രകൃതിയിൽ നിന്ന് വേറിട്ടവനും, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. അത് നമ്മൾ കുറേ ഇതിലൊക്കെ കണ്ടുവരാം ഭാഗവതത്തിൽ. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നവനുമാണ്, പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനുമാണ്. ഏകഹ ആനന്ദ, അതായത് രണ്ടാമതൊന്നില്ല, അദ്വൈതമായിട്ടുള്ള ആനന്ദമാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നില്ല, ഏകമായ ആനന്ദവും. പുരുഷോത്തമ, അതായത് പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമനും, ഭഗവാന്റെ പേരെന്നെ പുരുഷോത്തമൻ എന്നല്ലേ, ഉത്കൃഷ്ടനും ആകുന്നു എന്നത് പ്രസിദ്ധമാണല്ലോ. ഹി എന്ന് പറഞ്ഞാൽ
ആണത്രേ എന്നോ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ എന്നൊക്കെ പറയാം ഹീന്ന്. അപ്പോൾ എന്താ ഇതിൽ പറഞ്ഞു വെച്ചാൽ, ഹേ ശ്രീ പാർവതി, നീയ് എന്നോട് ഇത്ര ഭക്തിപൂർവ്വം ചോദിച്ചതുകൊണ്ട് എനിക്ക് പറയാൻ നല്ല ഒരു പ്രേരണയായി ഇത്. അപ്പം ഞാൻ വേഗം ശ്രീരാമഭഗവാനെ നമസ്കരിച്ചിട്ട് ഞാൻ ഈ പ്രകൃതിയോട് ചേർന്നും വേറിട്ടും ഇരിക്കുന്ന ആ അദ്വൈത ശക്തിയായിട്ടുള്ള പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമനെ ഒന്ന് പ്രസിദ്ധമാണല്ലോ, ആ ശ്രീരാമനെ പറ്റി ഞാൻ പറയാം എന്ന് പറയാണ്. അപ്പോൾ 17 കഴിഞ്ഞു. ത്വയാദ്യഭക്ത്യാ പരിനോദിതോഹം വക്ഷ്യേ നമസ്കൃത്യ രഘൂത്തമം തേ രാമ പരാത്മാ പ്രകൃതേരനാദിരാനന്ദ ഏക പുരുഷോത്തമോ ഹി. ശ്രീരാമഭഗവാനും കൂടിയും നോക്കൂ, രാമൻ്റെ കഥ എന്തൊരു വിനയം അല്ലേ. രാമൻ്റെ കഥ പറയണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ പറയാം, ശ്രീരാമനെ നമസ്കരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഭഗവാനും കൂടിയും ശിവഭഗവാനും കൂടി അങ്ങനെ എന്തൊരു വിനയവും എന്തൊരു ഹമ്പിളാണ് അല്ലേ. ആ ശ്രീരാമനെ നമസ്കരിച്ചിട്ട് ഞാൻ ശ്രീരാമതത്വം പറയാം എന്ന് പറഞ്ഞു. നമുക്ക് ജീവിതത്തിൽ പകർത്തേണ്ടതാണ് ഇവരുടെയൊക്കെ ഈ വലിയ വലിയ ഈശ്വരന്മാരുടെയും കൂടിയും ആ ഹമ്പിൾ നേച്ചർ കാണുമ്പോൾ ആ വിനയേ. ഇനി 18. സ്വമായയാ കൃഷ്ണമിദം ഹി സൃഷ്ട്വാ സ്വമായയാ കൃഷ്ണമിദം ഹി സൃഷ്ട്വാ നഭോവദന്തർബഹിരാസ്ഥിതോ യ സർവാന്തരസ്ഥോപി നിഗൂഢ ആത്മാ സ്വമായയാ സൃഷ്ടമിദം വിചഷ്ടേ. എന്താ അറിയോ? സ്വമായ മീൻസ് സ്വന്തം മായാശക്തി കൊണ്ട് കൃഷ്ണം ഇതം, അതായത് എല്ലാറ്റിനെയും സൃഷ്ടിച്ചിട്ട്, മായ കൊണ്ടാണല്ലോ, മായയിലത്തെ ഗുണങ്ങൾ എടുത്തിട്ടാണല്ലോ ഈ സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ ഉണ്ടായത് തന്നെ മായയിലത്തെ ഗുണങ്ങളെ കൊണ്ടാണ് സൃഷ്ടി നടത്തിയത്. അങ്ങനെ സൃഷ്ടിച്ചിട്ട് മായാശക്തി കൊണ്ട് നഭോവദ് ആകാശം പോലെ അന്തഹ ബഹി ഉള്ളിലും പുറത്തും ഭഗവാൻ മായയെ ഉപയോഗിച്ച് ലോകം സൃഷ്ടിച്ചിട്ട് ഈ ലോകത്തിൻ്റെ ഉള്ളിലും പുറത്തും അന്തബഹി സ്ഥിതനായിട്ട് സർവാന്തരസ്ഥ എല്ലാ ഭൂതങ്ങളുടെയും അന്തര്യാമിയായി ആത്മാവാകുന്നു. മീൻസ് എല്ലാവരുടെ ഉള്ളിലത്തെയും ചൈതന്യം ആരാണ്? ഭഗവാൻ. ഈ ഭഗവാൻ തന്നെയാണ് മായയിലത്തെ ഗുണങ്ങൾ ഉപയോഗിച്ച് ഈ ജഗത്തിനെ സൃഷ്ടിച്ചത്. എന്നിട്ടോ ഭഗവാൻ ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞല്ലോ ഭാഗവതത്തിൽ, ഭഗവാനാണ് ഉപാദാന കാരണവും നിമിത്ത കാരണവും. ഒരു മൺകുടം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ മണ്ണാണ് ഉപാദാന കാരണം, അതായത് ആ കുടം പൊട്ടിയാലും മണ്ണ് അവിടെ ഉണ്ട്. പക്ഷെ നിമിത്ത കാരണം ഉണ്ടാക്കണ ആളാണ്. കുമ്പാരൻ എന്താ നമ്മൾ പറയുക വെച്ചാൽ അത് ആ ഉണ്ടാക്കണ ആളാണ്. പിന്നെ ആ ചക്രോ എന്താ വെച്ചാൽ ചക്രോ എന്താ വെച്ചാൽ അതൊക്കെ നിമിത്ത കാരണം. പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഉപാദാന കാരണവും നിമിത്ത കാരണവും ഒക്കെ ഭഗവാനാണ് ഉണ്ടാക്കണ. ഭഗവാൻ തന്നെയാണ് ഈ ലോകം. മനസ്സിലായില്ലേ? ഭഗവാനാണ് ഉണ്ടാക്കണ ആൾ. പിന്നെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ഭഗവാനെ കൊണ്ട് തന്നെ. അപ്പോൾ ഭഗവാൻ രണ്ടുമാണ്, ഉപാദാന കാരണം നിമിത്ത കാരണം. അതുകൊണ്ടാണ് പറഞ്ഞ ഈ മായലത്ത് കൊണ്ടെടുത്ത് ലോകം സൃഷ്ടിച്ചു. എന്നിട്ട് അന്തർബഹി പറഞ്ഞില്ലേ, ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കണമുണ്ട്. എല്ലാവരുടെ ഉള്ളിലത്തെയും ആത്മാവാണ്. എങ്കിലും നിഗൂഢ, നമുക്ക് കാണൂല, മായയാൽ ആവരണം ചെയ്യപ്പെട്ടവനും ആണ്. അതാണ് നിഗൂഢം. സ്വമായ, തൻ്റെ മായയാൽ സൃഷ്ടം ഇതം, സൃഷ്ടിക്കപ്പെട്ട ഇതിനെ വിചഷ്ടയെ കാണുന്നു. എന്നാൽ എപ്പോഴും ഭഗവാൻ വിറ്റ്നസ്സാണ്, സാക്ഷി മാത്രമായിട്ട് നമ്മളെ കാണുന്നുണ്ട്, അങ്ങോട്ട് കാണൂല്ല. അതാണ് പറഞ്ഞത്. പരബ്രഹ്മസ്വരൂപനായ രാമൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മായയിലത്തെ സത്വഗുണം സ്വീകരിച്ചിട്ട് രാമൻ ശ്രീരാമനായിട്ടൊരു ശരീരം എടുത്തു, ശരിയാണ്. അതിനോടൊപ്പം തന്നെ മായയിലത്തെ ഗുണങ്ങളെ വെച്ച് ഈ പ്രപഞ്ചം മുഴുവനെ സൃഷ്ടിച്ചിട്ട് അതിൽ മുഴുവൻ നിറങ്ങി നിൽക്കുകയും ചെയ്തു, ആകാശം പോലെ. അങ്ങനെയാണ് അത്. അകത്ത് മറ്റേ നാരായണീയത്തിലുണ്ടല്ലോ, പ്രവിഷ്ട, അതായത് അകത്ത് പ്രവേശിക്കും, അതേസമയം പുറത്തുമുണ്ട്, എല്ലാ ദിക്കിലുമുണ്ട്. അങ്ങനെയാണ് അത്. അപ്പോൾ
ഇങ്ങനെ ഇരിക്കണ ഈ പരമാത്മാവ് ഈ ലോകത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ടാണ് മനുഷ്യ ശരീരം സ്വീകരിച്ചത്. എന്നിട്ട് ഈ സർവഭൂതങ്ങളെയും സൃഷ്ടിച്ച് ഈ സംഹാരം മുഴുവൻ നടത്തും. ഭഗവാന് അതുകൊണ്ട് യാതൊന്നും സാധിക്കാനില്ലെങ്കിലും ലോകാനുഗ്രഹത്തിന് വേണ്ടിയാണ് ഭഗവാൻ എപ്പോഴും ശരീരം എടുത്ത് വരണത്. ലോകത്തിലെ ആൾക്കാരെ, ശിഷ്ടന്മാരെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും. ഇങ്ങനെ അപ്പോൾ നമുക്ക് ഭഗവാനെ മായയാൽ ആവൃതനുമാണ് ഭഗവാൻ ഇങ്ങടെ അങ്ങനെയല്ല. ഭഗവാൻ എല്ലാവരുടെയും ഉള്ളിലിരുന്ന് സാക്ഷി മാത്രമായിട്ട് ജഗത്തിനെ മുഴുവൻ കാണുന്നുണ്ട്. അതാണ് സർവഭൂതങ്ങളിലെ ആത്മാവായിരിക്കുന്നു വെച്ചാലും അത്യന്തം ഗൂഢനാണ്. ആർക്കും വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. എന്നാലോ വളരെ നമ്മൾ ശ്രവണം, മനനം, നിധിധ്യാസനം അതൊക്കെ ചെയ്താൽ വളരെയധികം നമ്മൾ ഭഗവാനെ സ്മരിച്ചാൽ നമുക്ക് ജ്ഞാനസ്വരൂപനായിട്ട് നമ്മുടെ ഉള്ളിൽ തെളിയുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. അനുഭവിക്കാനേ പറ്റുള്ളൂ, ഭഗവാനെ കാണാൻ പറ്റില്ല. ആ ജ്ഞാനം, ആ സച്ചിദാനന്ദ സ്വരൂപം നമുക്ക് അനുഭവിക്കാം. അതായത് ഈശ്വരൻ്റെ മായയാൽ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഭഗവാന്റെ അതുകൊണ്ടാണ് നമുക്ക് ജീവാത്മാവൊക്കെ ദേഹാഭിമാനം കൊണ്ട് മായ രണ്ട് കാര്യം ചെയ്യേ. ഭഗവാൻ ശരിക്കുള്ള ആത്മാവിനെ ആവരണം ചെയ്യും ചൈതന്യത്തിനെ. എന്നിട്ട് ഇല്ലാത്ത ഒന്നിനെ ഇവിടെ സ്ഥാപിച്ച് നമ്മളെ ശരീരാന്ന് നമ്മളെ നമ്മളെ അങ്ങനെ ധരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഈ ഭഗവാൻ മനുഷ്യനല്ല, വെറും മനുഷ്യനല്ല. ഭഗവാൻ പരമാത്മസ്വരൂപിനെയാണ്. അങ്ങനെ മനുഷ്യനാണെന്ന് വിചാരിക്കണത് നമ്മുടെ അജ്ഞാനം കൊണ്ടാണെന്ന്. പരമാർത്ഥത്തിൽ ശ്രീരാമൻ സാക്ഷാൽ പരമാത്മാവന്നെയാണ് എന്ന് പറഞ്ഞു വരികയാണ് ശിവൻ. എല്ലാവരുടെയും അന്തര്യാമിയാണ്. ആകാശം പോലെ എല്ലാ ദിക്കും നിറഞ്ഞു നിൽക്കണു. ശരീരം എടുത്തത് നമ്മളെ അനുഗ്രഹിക്കാനാണ്. അപ്പോൾ ശരീരം എടുത്ത രാമൻ വെറും ഒരു സാധാരണ മനുഷ്യനാണെന്ന് നമ്മളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ അജ്ഞാനാണ്. ശ്രീരാമൻ പരമാത്മസ്വരൂപി തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു ഈ ശ്ലോകത്തിൽ. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിർത്താം. പിന്നെ ഞാൻ അടുത്തതിൽ എങ്ങനെയാണ് ഇതിൻ്റെ സെയിം തിങ് നമുക്ക് 2-3 ശ്ലോകം കൂടിയും ചെയ്താൽ നമുക്ക് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലും അത് വളരെ നന്നായി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. സ്വമായയാ കൃഷ്ണമിദം ഹി സൃഷ്ട്വാ നഭോവദന്തർബഹിരാസ്ഥിതോ യ സർവാന്തരസ്ഥോപി നിഗൂഢ ആത്മാ സ്വമായയാ സൃഷ്ടമിദം വിചഷ്ടേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.